ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം സ്കന്ധം 10 87 അധ്യായം. വേദസ്തുതി. പരീക്ഷിത്ത് പറഞ്ഞു, അസ്പഷ്ടനിർഗുണം കാര്യകാരണേതരമല്ലയോ ബ്രഹ്മം. ശ്രുതികളെമ്മട്ടു അതുൾക്കൊള്ളൂ ഗുണവൃത്തികൾ. ഹരേ ഗുരുവായൂരപ്പ. അസ്പഷ്ടനിർഗുണം കാര്യകാരണേതരമല്ലയോ ബ്രഹ്മം. ശ്രുതികൾ അതെമ്മട്ട് ഉൾക്കൊള്ളൂ ഗുണവൃത്തികൾ. ശ്രീശുകൻ പറഞ്ഞു, ബുദ്ധീന്ദ്രിയ മനഃപ്രാണ സൃഷ്ടി ചെയ്തിടിനാൻ പ്രഭു മാത്രാഭവാർത്ഥമായി ആത്മകൽപ്പനയ്ക്കു നിവൃത്തിയായി. ബ്രാഹ്മിയാമീ ഉപനിഷത്തതിപൂർവികരാൽ ധൃതം അതു സശ്രദ്ധമുൾക്കൊണ്ടാൽ ക്ഷേമം പോകും അകിഞ്ചനൻ. നാരായണർഷിയം നാരദനുമായൊരു ഭാഷണം ഉദാഹരിപ്പു. നാരായണോക്തി പോലിനി ഞാൻ നൃപ. ഒരിക്കൽ ഭഗവത് ഭക്തൻ ലോകം ചുറ്റുന്ന നാരദൻ സനാതനർഷിയെ കാണാൻ പോകി നാരായണാശ്രമം. അവൻ ഭാരതവർഷത്തിൽ ജനക്ഷേമ ശുഭാർത്ഥിയായി ചെയ്താൻ ആകൽപതപസ്യ ധർമ്മജ്ഞാനശമാന്വിതൻ. അന്ന് കലാപഗ്രാമസ്ഥമുനിമാർ ചൂഴ്ന്നിരിക്കവേ അവനോടാരാഞ്ഞു നാരദൻ ഈ ചോദ്യം ഗുരുത്തമ. ഭഗവാൻ മുനിമാർ കേൾക്കച്ചൊന്നാൻ അവനോട് ഈ വിധം. ആദിയിൽ ബ്രഹ്മാവിൽ നിന്നു സനകാദികൾ കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഊർധ്വരേതോ മാനസരാം മുനിമാർ സംഗമിക്കയാൽ ജനലോകത്തു പണ്ടുണ്ടായി ബ്രഹ്മസത്രം അജാത്മജ. ശ്വേതദ്വീപാധിപതിയെ കാൺമാൻ നീ പോയ വേളയിൽ ബ്രഹ്മവാദം വെടിപ്പായി നടന്നു ശ്രുതിവേദിയിൽ. അവിടെ പൊന്തി വന്നു നീ എന്നോടാരാഞ്ഞ സംശയം. തുല്യശ്രുത തപശീലർ തുല്യസ്വീയാരിമധ്യമർ. തുല്യശ്രുതപശീലർ തുല്യസ്വീയാരിമധ്യമർ. ഒരാളെ വക്താവാക്കിക്കൊണ്ട് അന്യന്മാർ കേട്ടിരിക്കവേ സനന്ദനൻ പറഞ്ഞു, പ്രഭാതത്തിൽ ഉറങ്ങുന്ന നൃപനെ സ്തുതി പാഠകർ തദ്വീരകൃത്യസ്തുതിയാൽ ഉണർത്തുന്നതുമാതിരി സ്വസൃഷ്ടമുലകം തന്നിൽ ഗ്രഹിച്ചോൻ യോഗനിദ്രയിൽ കൽപ്പാന്തത്തിൽ കിടക്കെ കീർത്തിച്ചു ശ്രുതികളിങ്ങനെ. ശ്രുതികൾ പറഞ്ഞു, അജയ വിടേണമേ അജിത ദുഷ്ടഗുണാന്വിതയെ ജയ ജയ. താങ്കളാൽ ഗുണസമസ്തമുവർജിതമേ അജരചരങ്ങൾ തന്നഖില ശക്തിയവബോധക. നീ അജയൊടു ജീവനൊത്തിളകുമെന്നറിവൂ ജനത. മഹതുപലബ്ധമേ നിയതമിങ്ങവശേഷതയാൽ അതു വികൃതിക്കു മണ്ണിനരുളി ഉദയം ലയവും. ഋഷിതതിയാൽ ധൃതം തവ മനോവചനാചരിതം ഭുവി നരപാദചിഹ്നന ഋഷിതതിയാൽ ധൃതം തവ മനോവചനാചരിതം ഭുവി നരപാദചിഹ്നനലവം പതിവീലതിനാൽ. ഇതി ഭുവി സൂരിമാർത്യധിപ ലൗകികമാം കഥനക്ഷപണകഥാമൃതക്കടലിലാണ്ടുവെടിഞ്ഞു വിന ഭജനവ്യഥാം. ഭജന വൃഥാ സ്വധാമവിധുതാശയകാലഗുണർക്കജ തവ കാലടിത്തളിരിലെ സസുഖാനുഭവം. അസുഭൃതർ താങ്കളെ തൊഴുതുകൊണ്ടമരുന്നളവിൽ സഫലർ എതിർക്കിലോ ഉലനിജശ്വസനോച്ഛ്വസനം. പുരുഷവിധാന്വിതൻ ചരമനന്നമയങ്ങളിലാ സദതീതമായ പരമ്പൊരുൾ വിലസിടുന്നു നീ. അസദതീതമായ പരമ്പൊരുൾ വിലസിടുന്നു നീ. തിരവുവയറ്റിൽ മാമുനികൾ കൺപൊടിയാൽ പരനെ പരിസരരീതിയിൽ ദഹരമാരുണിമാർ കരളിൽ ഒടുവിലനന്ത തൻ ശിരസി സൂക്ഷ്മ സുഷുമ്നയിലന്നലിവു ഭവാങ്കൽ അന്നവനു തീർന്നു കൃതാന്തഭയം.
സ്വകൃത വിചിത്രയോനികളിൽ ഹേതുവോട് എത്തിയ പോൽ പലയളവിൽ തകും ജ്വലനനാം സ്വകൃതാകൃതേ. ഇതിൽ നുണയെന്ന പോൽ പൊരുളുമായി രസസാമ്യമൊടേ തെളിവു തവാംശമെന്നറിവു നിർമ്മമഹൃൽ സുഹൃതം. സ്വകൃതജടങ്ങളിൽ പുറമെയും വിളയാടിടുമി പുരുഷബലം ഭവൽ സകലശക്തിബലാംശകൃതം. നൃഗതിയെ ഈ വിധം കവികളും നിഗമോക്തികളും പറവതിനാൽ ഭവൽ ചരണദാസർ സുവിശ്വസിതർ. ദുരധികമാത്മതത്വനിഗമം ഭവദാത്മവപുശ്ചരിത മഹാമൃതാബ്ധി പരിവർത്ത പരിശ്രമണർ. അഭിലഷിതങ്ങളറ്റവര് ഇതാ ചിലരീശ്വര നിൻ ചരണസരോജഹം സകുല സംഘവിസൃഷ്ട ഗൃഹർ. ചരണസരോജ ഹംസകുല സംഘവിസൃഷ്ട ഗൃഹർ. തവ പരിസേവ്യമെങ്ങുടലിതാത്മസുഹൃൽ പ്രിയർ പോൽ അരികയിരിക്കലും ത്വയിഹിത പ്രിയ ജീവനിൽ കരൾവതിയാ ചിലർക്കസതുപാസകരാത്മഹനർക്ക് അവരതിനാൽ ഭയോച്ചലിതരീ കുശരീരഭൃതർ. അസുമനമിന്ദ്രിയം സകലയോഗബലാന്വിതരാം മുനികളിലെന്ന പോലരികൾ തൻ ദ്രുതഭീതിയിലും ഭവദുരഗോഗ്രവാണി ബലാകാംക്ഷിണിമാരിലുമീ തവ പദപത്മപൂജകരിലും സമവർത്തി ഭവാൻ. ഭവദനുജാതനാലനുമേയ പുരോഗത താങ്കളിൽ വിധിയെന്ന പോൽ പിറവി പൂണ്ടവർ ദേവഗണം. നഹിതവ സുപ്തിയിൽ ജഡവുമിച്ചെറുതും വലുതും സമയവും ഇന്ദ്രിയം നിയമവും തവ വാഴ്വൊഴികെ. അസതുദയം സദസ്തമനം ആത്മവിഭിന്നത കർമ്മഫലം ഋതം സ്മൃതാരുപിതമെന്നവർ തൻ വചനം. ത്രിഗുണി പുമാൻ നമുക്കറിവു കേടുളവാക്കിയ പോൽ അതിനു പരിസ്ഥിതർ പര ഭവാനവബോധരസൻ. ത്രിഗുണമനോദ്യുതം പൊരുളുപോൽ നരലോകം അസത്തിതിലറിവൂ സനാതനത ശിഷ്ടർ. തദാത്മതയാൽ വികൃതി വെടിഞ്ഞിടാ കനകകാന്തി. തദാത്മതയാൽ സുഹൃതമനുപ്രവിഷ്ടമുലകാത്മതയാൽ വസിതം. യവരഖിലാത്മസാൽകൃത നമിപ്പു ഭവച്ചരണം മൃതിയുടെ മണ്ടയിൽ പതിവു നിർഭയമാച്ചരണം. അതു നിനക്കിലോ പശുവിനെ കയർ പോൽ മൊഴിയാൽ വരിവു ഭവാനലംബുധനെ ഈ അറിവാണമലം. അകരണ നീ സ്വരാട്ടഖിലകാരക ശക്തിധരൻ. തവ ബലി നൽകുവോർ ബലി ഭുജിപ്പവർ ദേവഗണം. ക്ഷിതിപരിൽ നിന്നു ചക്രധരർ പോലെ വിധായക നിൻ സ്മൃതി നിലനിർത്തുവോൻ ഭയവിനീതരിൽ നീ സ്വധിയാം. സ്ഥിരചരർജാതരായി തവ നിരീക്ഷയിൽ നിന്നജയൊത്തിഹ തവ ലീലയാൽ വിഹിത കർമ്മ നിയന്ത്രിതരായി സ്വപരത തീണ്ടിടാ ഗഗന വിസ്തൃതിയാണു ഭവാൻ. മിഴികളിൽ നീ വെറും നിഭൃത ശൂന്യത ചേർക്കുകിലും അപരിമിതം ധ്രുവം സകലകം ജനമൂഴിയിലെന്നു വരികിലാ സമർക്കരുളുമാർ നിയമാനുസൃതി. ജനകനവൻ സമൻ ജഗദദൃശ്യ നിയന്ത്രകനെന്ന കഥ മറന്നുപോം ജനമഹോമതദുഷ്ടതയാൽ. പിറവി അസംഗതം പ്രകൃതി പുരുഷരാമജരാൽ ഇരുവരുമൊന്നു നേർക്കുമിള പോലസൃഭൃത്തുകളിൽ പരമ ഭവാനിലീ വിവിധ നാമഗുണാന്വിതരാക്കടലിൽ നദങ്ങൾ പോൽ സകല പുഷ്പരസാൽ സുധ പോൽ നരർത്തവമായയാൽ ഭ്രമിതരെന്നു ധരിച്ച സുധിക്കിഹ ഭവശൂന്യ നിൻ ചരണദാസ്യമനുപ്രഭവം. തവ ചരണാശ്രിതർക്കിതരർ പോൽ ഭയമില്ല ഭവൽ ഭൃഗുടി വിചാലിതം ത്രിഗുണനേമിയ ഇത്തിരിയും. അനിലഹൃഷീക നിർഭൃതര അദാന്തമനസ്തുരഗർക്ക സുഗമമാണ് ഹൃന്നിയമനം ചപലവ്യസനം. ഗുരുപദമെന്നിയേ വ്യസനവാൻ കടലിൽ കഴിയും ധരണിയിൽ വൈശ്യരാം അകൃത കർണധരന്നു സമം. സ്വജനസുതാത്മധാരധനധാമധരാരധരും
വെടിയുമതാത്മനിർവൃതി ഭവാൻ ചൊരിയുന്നളവിൽ ഇതെളുതുമോർത്തിടാതെ ഹരതോത്സുകരാം മിഥുനങ്ങളുടെ മനസ്സിനെന്തുലകിലുള്ളു സുഖാവഹമായി തവ പദപത്മമേ ഹൃദി ധരിച്ചഹമറ്റവരായി ഭുവി നടകൊള്ളു തീർത്ഥപദർ തീർത്ഥകുതൂഹലരായി ഒരു കുറി അങ്ങയിൽ പരമസൗഖ്യത ഹൃത്തലിവോർ പുനരപി നോക്കിടാ പുരുഷസാരഹരാവസഥം സതുദിതമാണു സത്തൊരു നിൽക്കു പരീക്ഷയിൽ സതുദിതമാണു സത്തൊരു നിലയ്ക്കു പരീക്ഷയിലോ വിധികൃതമാം ചിലപ്പഴുതു മിഥ്യയുമായി വരും വ്യവഹൃതി പഥ്യമേ വികലമന്ധത കാരണമായി തവ മൊഴി വിഭ്രമാവഹവുമായി ബഹുകർമ്മഠരിൽ ഉലകിതു പണ്ടസത്തിനിയും അങ്ങനെയെന്നതിനാൽ നടുവിലെ വസ്തുവും തവ കുതൂഹലമായി വരണം. കുടമൊരു സത്യമല്ല, അതിലെ മൺപൊരുളാണ് ഋതം. ഈ വിദധ മനോവിലാസമൃതമെന്ന ധരിപ്പനൃതം. ഹരേ, അവനജയാലജാശയിതയായി ഗുണസേവിതയായി വടിവു വരിച്ചു മണ്ണടിവു. പിന്നെ അഭേദഭഗൻ അഹിതുകൾ പോലെ അവിദ്യയെ വെടിഞ്ഞവൻ ആത്തഭഗൻ മഹദണിമാതിയൊത്ത പരിമേയ ഭഗോത്തമനീ. ഹരേ, യതി വിഴുതീല ഹൃന്നിഹിതകാമനയെങ്കിൽ അസത്തനുപകാരമില്ല ഹൃദയാസ്മൃതകണ്ഠമണി. അസുതപയോഗികൾക്കിരുപുറത്ത സുഖം ഭഗവൻ വിടയരുളായമൻ വിവരമില്ല ഭവച്ചരണം. ത്വതവഗമിക്കു നിന്റെ ജനയാമശുഭം ശുഭവും ഗുണവിഗുണാദിയും വിവരമില്ല ഭവന്മയരായി അനുയുഗമന്വഹം ഗുണികൾ തന്നപദേശവശാൽ ശ്രവണവശൻ ഭവാൻ വരുമവർക്കു വിമുക്തിദനായി. ദ്വിപദികളും ഭവൽപരിധി മൂഢരനന്തതയാൽ തവ ഹൃദി സപ്തസാവരണമേയുടു ചംക്രമണം അതു ദിവികാലധൂളി ഇതരേതരശ്രുതിയാൽ അവസിതമായി ഭവൽചരണമേ ശരണം ഗതിയിൽ. ശ്രീ ഭഗവാൻ നാരായണർഷി പറഞ്ഞു, ബ്രഹ്മപുത്രരിവണ്ണം ആത്മസത്യം ഗ്രഹിക്കയാൽ സനന്ദന വന്ദിച്ചാരാത്മമാർഗപ്രബുദ്ധിയാൽ സർവവേദപുരാണോപനിഷത്തിലുമെഴും രസം ഉദ്ധരിച്ചാരെന്നവിടെ മഹാന്മാർ സനകാദികൾ. ക്ഷിപ്രബ്രഹ്മാനന്ദ പാരല്യധേഷ്ടം സഞ്ചരിക്കുക വൈരാഗ്യകരമീ ആത്മോപദേശത്തെ ഗ്രഹിച്ചു നീ. ശ്രീശുകൻ പറഞ്ഞു, ആസ്ഥയാ നാരായണർഷിവാക്യം കേട്ടവൻ ആത്മവാൻ കൃതാർത്ഥൻ അതിനെ തന്നെ മനനം ചെയ്തു ചൊല്ലിനാൻ. നാരദൻ പറഞ്ഞു, ഭഗവാനേ കൃഷ്ണ പുണ്യകീർത്തേ, സകല ജീവിയും ആശ്വസിക്കാൻ അവതരിച്ചവൻ അങ്ങേക്കു വന്ദനം. ശ്രീശുകൻ പറഞ്ഞു, ആദ്യർഷിയെ ശ്രേഷ്ഠ ശിഷ്യരെയുമേവം നമിച്ചുടൻ എൻ്റെ സാക്ഷാൽ പിതാവാം വ്യാസന്നടുത്തെത്തി നാരദൻ. ഭഗവാനാൽ സൽകൃതനായി പീഠത്തിന്മേലിരിക്കവേ വർണ്ണിച്ചു നാരായണർഷി പറഞ്ഞ പൊരുൾ. നാരദൻ അവർണ്യ നിർഗുണബ്രഹ്മത്തിങ്കൽ ചിത്തം ചരിക്കുവാൻ വഴി എന്തെന്ന ചോദ്യത്തിന് ഉത്തരം നൽകി ഞാൻ നൃപ. ആരുൾപ്രേക്ഷകനാദിമധ്യഹതികൾക്കവ്യക്ത ജീവേശ്വരൻ ദേഹം തീർത്തതിനുള്ളിൽ വാണു നിലനിർത്തുന്നോൻ ഉറങ്ങിയിടവേ സ്വന്തം മേനി മറന്നവൻ ചിറകുമായി നീടം വെടിഞ്ഞോനുമാമ കൈവല്യ നിരസ്തയോനി അഭയൻ ധ്യേയൻ സദാ മേ ഹരി. ഹരേ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.